ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഒരു റിവേഴ്സൽ കാൻഡിൽ സ്റ്റിക്കിനെ പറ്റിയിട്ടാണ്. ഹാങ്ങിങ് പാറ്റേൺ അല്ലെങ്കിൽ ഹാമർ എന്ന് നമ്മളിതിനെ പറയും. രണ്ടും ഇപ്പോൾ റെഡ് കളറിലായാലും ഗ്രീൻ കളറിലായാലും ഇത് വന്നാലും അതിൻ്റെ സൂചന ഒന്ന് തന്നെയാണ്. അതായത് ഒരു റിവേഴ്സലാണ് സൂചിപ്പിക്കുന്നത്. നമുക്കൊരു ഡൗൺ ട്രെൻഡിൽ ഈ ഒരു ക്യാൻഡിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡിൽ നിന്ന് റിവേഴ്സായി ഒരു അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് മൂവ് ആവുന്നു. അതുപോലെ തന്നെ അപ് ട്രെൻഡിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നും ഇതൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നു. അതായത് നിലവിലെ ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഹാങ്ങിങ് മാൻ എന്നും അതുപോലെ തന്നെ ഹാമർ എന്നും ഒക്കെ പറയാറുണ്ട്. നമ്മൾ നോർമലി ഡൗൺ ട്രെൻഡിൽ നമ്മളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഹാമർ എന്നും അപ് ട്രെൻഡിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് മാൻ എന്നും പറയുന്നു. നിലവിൽ ഷേപ്പിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ വേരിയേഷൻ ഇല്ല. രണ്ടും സെയിം ഷേപ്പാണ്, കളർ വേരിയേഷൻ മാത്രമാണ് ഉള്ളത്. ബട്ട് നമ്മളത് കണക്ക് കൂട്ടേണ്ടതായിട്ടില്ല. ഈ ഒരു കേസിൽ ഈ ഒരു ക്യാൻഡിൽ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ നമ്മളൊരു ഡൗൺ ട്രെൻഡിൽ ഈ ഒരു ഹാങ്ങിങ് പാറ്റേൺ കണ്ടു. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പാറ്റേൺ വാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹാങ്ങിങ് പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഹാമർ ആണെന്ന് വാലിഡേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ബോഡീനേക്കാൾ ഒരു 2 ഇരട്ടി ഉണ്ടാവും അതിൻ്റെ വിക്ക്. അതാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബോഡിയുടെ 2 ഇരട്ടിയോളം വലിപ്പം അതിൻ്റെ വിക്ക്, അതിൻ്റെ ഈ ഒരു വിക്കിന് ഉണ്ടാകും എന്നുള്ളതാണ്, അതിൻ്റെ ഷാഡോയ്ക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്കിത് ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ചാർട്ടിൽ ഞാനിത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് മാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അപ് ട്രെൻഡിൽ മാർക്കറ്റ് മൂവ് ആവുന്നു, അതിനുശേഷം ഹാങ്ങിങ് മാൻ കാണുന്നു, അതിനുശേഷം മാർക്കറ്റിൽ റിവേഴ്സ് മാർക്കറ്റ് താഴേക്ക് പോകുന്നു. അപ്പോൾ ഇത് കൺഫേം ചെയ്യാനായിട്ട് ഈ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഇവിടെ എൻട്രി എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെ കൺഫേം ചെയ്യാം? ഈ ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം, ഈ ഒരു ക്യാൻഡിൽ വന്നതിന് ഇവിടെ നമുക്ക് കാണാം ഇതൊരു അപ് ട്രെൻഡിലാണ് വന്നിട്ടുള്ളത്. സോ ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഇപ്പോൾ അത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബിയറിഷ് മൂവ്മെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ബിയറിഷ് മൂവ്മെൻറ്റ് വരുമെന്ന് എങ്ങനെ കൺഫേം ചെയ്യാം? ഇതിൻ്റെ ഓപ്പണിങ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഓപ്പൺ ആയി, ഇവിടെ വന്ന് ക്ലോസ് ആയി. സോ നെക്സ്റ്റ് ക്യാൻഡിൽ, അതായത് ഈ ഒരു ഹാങ്ങിങ് പാറ്റേൺ നമ്മൾ കണ്ട, ഹാങ്ങിങ് ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ കണ്ടതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ആണ് നമ്മൾ കൺഫർമേഷൻ എടുക്കുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് ഇത്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ഈ ഒരു ക്ലോസിങ്ങിന് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു ഇവിടെ എൻട്രി എടുക്കാനായിട്ട്, ഒരു എൻട്രി കൺഫർമേഷൻ എടുക്കാനായിട്ട് പറ്റുക. ഇത് തന്നെ നമ്മൾ അപ് ട്രെൻഡിലും നമുക്ക് കണക്കാക്കാം. അതായത് ഒരു ഡൗൺ ട്രെൻഡിൽ വരുമ്പോൾ നമുക്ക് ഹാങ്ങിങ് പാറ്റേൺ കണ്ടു, അതായത് ഹാമർ കണ്ടു, അതിനുശേഷം നമ്മൾ അതിൽ എൻട്രി എടുക്കണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്, ഇതിൻ്റെ ഓപ്പണിങ് ഇവിടെ, ക്ലോസിങ് മുകളിൽ. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ഈ ഒരു ക്ലോസിങ്ങിന് ഈക്വലായിട്ട് ഉണ്ടാവണം. ഈക്വലായിട്ട് മാത്രം ഓപ്പണിങ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു അപ്പ് മൊമെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരുന്നു, ഇതാണ് നമ്മുടെ ചാർട്ടിൽ നമ്മൾ ഹാങ്ങിങ് മാൻ കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാനുള്ളൊരു കൺഫർമേഷൻ, അതായത് അപ് ട്രെൻഡിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നും, ഡൗൺ ട്രെൻഡിലാണ് കാണുന്നതെങ്കിൽ അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകുന്നു എന്നും നമ്മൾ മനസ്സിലാക്കാനായിട്ട് വേണ്ടിയാണ് ഈ ക്യാൻഡിൽസ് റീഡ് ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ കൺഫർമേഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ അപ് ട്രെൻഡിൽ ഈ ഒരു ഹാങ്ങിങ് മാൻ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് അറിയാം. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ഈ ഒരു ഹാങ്ങിങ് മാൻ്റെ ക്ലോസിങ്ങിന് എന്ത് ചെയ്യണം? ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള എൻട്രി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് തന്നെ നമുക്കൊരു ഡൗൺ ട്രെൻഡിൽ ഹാമർ, നമ്മുടെ ഹാങ്ങിങ് മാൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ എൻട്രി എടുക്കണം എങ്ങനെയാണ്? ഇതിൻ്റെ ഓപ്പണിങ് ഇവിടെ, മുകളിൽ ക്ലോസിങ്. സോ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ഈ ഒരു ക്ലോസിന് ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കതിലൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹാങ്ങിങ് മാൻ കണ്ട് അല്ലെങ്കിൽ ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമ്മളൊരു നെക്സ്റ്റ് എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.